ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലൈഫ് ആൻഡ് ബൈറ്റ്സ് വിത്ത് അർച്ചന. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ചധികം നാളായെന്ന് എനിക്കറിയാം. കഴിഞ്ഞ നവംബറിലോ മറ്റോ ആണ് ഞാൻ ലാസ്റ്റ് വീഡിയോ, അതായത് ഒരു ലോങ് വീഡിയോ ഇട്ടത്. കാരണം വേറൊന്നുമല്ല, വെറും മടി മാത്രമായിരുന്നു കാരണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ ഈ 2025 തുടങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ 2025 തുടങ്ങുമ്പോൾ തൊട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് 2 ആഴ്ച അങ്ങനെ പോയി. അപ്പം ഞാൻ ഇന്ന് എന്തൊക്കെയായാലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ then it's a success. ഓക്കെ, അപ്പം ഒരു ഇൻഫർമേഷൻ കണ്ടന്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് ചുമ്മാ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. സോ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഒരുപാട് നാളായെന്ന് എനിക്ക് തോന്നി. സോ അപ്പം ജസ്റ്റ് കം സ്പെൻഡ് എ ഡേ വിത്ത് മീ കൈൻഡ് ഓഫ് വീഡിയോ. അപ്പോൾ എനിക്കിന്നൊരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ എടുക്കേണ്ട റീസൺ, ഫോട്ടോ എന്ന് വെച്ചാൽ ലൈക്ക് പാസ്പോർട്ട് സൈസ് അങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ എടുക്കേണ്ട ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ഞാൻ വഴിയേ ഈ വീഡിയോയിലല്ല, ഞാൻ എൻ്റെ ചാനലിലൂടെ പറയാം. സോ അത് ചെയ്യണം. ഇപ്പോൾ സമയം ഇവിടെ 2:40 നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ലഞ്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കത് കഴിക്കണം. എന്നിട്ട് നമ്മൾ പുറത്ത് പോകണം, കുഞ്ഞു ചെറിയ ചെറിയ ഷോപ്പിംഗ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് അജണ്ട ഉള്ളൊരു വീഡിയോ ഒന്നും അല്ല. ഈ വീഡിയോ എങ്ങനെ പോകുന്നു അതന്ന് ഞാൻ നിങ്ങളെ കാണിക്കും. ഓക്കെ, ആദ്യം ലഞ്ച് കഴിക്കാം. നാട്ടിലെ പോലെ വലിയ ഷാപ്പാടുള്ള ലഞ്ചൊന്നും അല്ല. ആകെ ഞാൻ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കത് കഴിക്കാം. പിന്നെ കുറച്ച് ബേബി ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ട്, നമുക്കത് കഴിക്കാം. എന്നിട്ട് നമുക്ക് പുറത്തു പോകാം. ഓക്കെ, ഞാൻ ഒട്ടും എണ്ണയില്ലാതെ എയർ ഫ്രൈ ചെയ്തെടുത്തതാണ്. ടേസ്റ്റൊന്നും എനിക്കറിയത്തില്ല. ചുവകപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പുഷ്പ 2 നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് കണ്ടുകൊണ്ട് എൻ്റെ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പം ഞാൻ കഴിച്ച് ഫുള്ള് റെഡിയായി. അപ്പം നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. കുറച്ച് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് എന്തായാലും ഫോട്ടോ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അത്യാവശ്യം നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ നമുക്ക് ജാക്കറ്റും എടുക്കാം, കുടയും എടുക്കാം. എത്ര ഒരുങ്ങിയിറങ്ങിയാലും എന്താണ് കാര്യം, ഇതെല്ലാം നമ്മൾ ജാക്കറ്റ് ഇട്ട് മൂടാനുള്ളതാണ്. എന്ത് ചെയ്യാനാണ്? എത്ര നല്ല ഉടുപ്പിട്ടാലും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് കാനഡയിലുള്ളവരുടെ വിഷമം. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി റെഡിയായി. നമുക്ക് എന്നാൽ പുറത്തോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു 1.5-2 വർഷം മുന്നേ എൻ്റെ PR കാർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ നേരം ഞാൻ ഡൗൺ ടൗണിൽ ഒരു നല്ലൊരു സ്റ്റുഡിയോ കണ്ടായിരുന്നു. സോ ആ സ്റ്റുഡിയോ ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ഇന്നലെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അതുണ്ടായിരുന്നു. സോ നമുക്ക് അവിടെ പോവാം. അവർ നന്നായിട്ട് ഫോട്ടോ എടുത്തായിരുന്നു. അവിടെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, കൊടയൊക്കെ ഇവിടെ എടുത്തിട്ട് വലിയ ഉപയോഗം ഉണ്ടോയെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, വാങ്കൂവറും വിക്ടോറിയയും എപ്പോഴും മഴയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം കൊട, നമ്മുടെ ജാക്കറ്റിൽ ഇങ്ങനെ ഒരു തൊപ്പി വരുന്നുണ്ട്, അത് ഇടാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുട എടുക്കാം. പക്ഷെ കുട എടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരിക്കും. ആൻഡ് നമുക്ക് കാനഡയിൽ കിട്ടുന്ന കുടകൾ നമ്മുടെ നാട്ടിൽ അത്രയും സ്ട്രെങ്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മിക്ക കുടകളും നമ്മളിപ്പം ഹൈ പ്രൈസ് റേഞ്ചിൽ നിന്ന് വാങ്ങിച്ചാലും ലോ പ്രൈസ് റേഞ്ചിൽ നിന്ന് വാങ്ങിച്ചാലും മിക്ക കുടകളും ഭയങ്കര ഫ്രജൈലാണ്. സോ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വരാൻ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ പറയും കുറച്ചും കൂടെ കുടയൊക്കെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. 2-3 കൊണ്ടുവന്നാലും കുഴപ്പമില്ല. കാരണം ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു $15-16 പക്ഷേ അത്ര ക്വാളിറ്റി ഇല്ല. പക്ഷെ നാട്ടിൽ നമുക്ക് നല്ല കുടകൾ കിട്ടാറുണ്ടല്ലോ. സോ അപ്പം ഞാൻ കുട എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കാറ്റത്തൊന്നും ഈ കുട നിൽക്കുക പോലും ഇല്ല. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുട ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ എവിടെയോ കൊണ്ട് പറഞ്ഞു. ഇപ്പോഴും ഞാൻ അമ്മയുടെ പറഞ്ഞിട്ടില്ല. ലൈറ്റ്സ് ഓഫ്.
ഈ ലൈറ്റ്സ് ഓഫ്, കിച്ചൺ ലൈറ്റ്സ് ഓഫ്. പോവാം. എന്ത് മഴയാണെന്ന് നോക്കിയേ. ഭാഗ്യത്തിന് അധികം കാറ്റില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വൃത്തികേട് ആവാതെ തന്നെ പോയി ഫോട്ടോ എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ മേക്കപ്പ് മൊത്തം ഒലിച്ചു പോകും. കാനഡയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഹോംലെസ്നെസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് ആൾക്കാരെ സ്ട്രീറ്റ്സിൽ കാണാം, വീടൊന്നും ഇല്ലാത്ത. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഫോർഡബിലിറ്റി തന്നെയാണ്. വീടൊക്കെ അഫോർഡ് ചെയ്യാൻ കുറേ ആൾക്കാർക്ക് പറ്റാതെ ആവുന്നുണ്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ബിക്കോസ് പ്രൈസ് ഇസ് സ്കൈ റോക്കറ്റിംഗ്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചേർച്ചാണ് ഇത്. 1950s ഈ ചർച്ചിൻ്റെ റെനോവേഷൻ ടൈമിൽ ഈ ചർച്ചിൻ്റെ ഉയരം കാരണം കുഞ്ഞു കുഞ്ഞു പ്ലെയിൻസൊക്കെ, ലോ ഫ്ലൈയിങ് പ്ലെയിൻസൊക്കെ ഇതിലേക്ക് ഇടിക്കും എന്നൊക്കെ ലോക്കൽസ് ഒരുപാട് പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അങ്ങനെ കൊല്യൂഷൻസ് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല വിക്ടോറിയ ഈസ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് ഓൺ ഷെയർ ഓഫ് ഹൊറർ സ്റ്റോറീസ്. ഓക്കെ, സോ ഈ ചേർച്ചിനെ പറ്റിയും കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹൊറർ സ്റ്റോറീസൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാരെ കാണും രാത്രിയിൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പം പ്രേതകഥയൊക്കെ നിൽക്കട്ടെ അവിടെ. അപ്പം ഞാൻ ഫൈനലി സ്റ്റുഡിയോയിലെത്തി. പക്ഷേ പുള്ളിക്കാരൻ എവിടെയോ പോയേക്കാണ് 5 മിനിറ്റത്തേക്ക്. സോ ആ നോട്ടീസ് കണ്ടില്ലേ നിങ്ങൾ? സോ അപ്പം ഞാൻ 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അടുത്തുള്ളൊരു മോളിൽ വന്നേക്കാണ് കുഞ്ഞൊരു ഷോപ്പിംഗ് ചെയ്യാൻ. ഈ ഡ്രസ്സൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ നല്ല കളക്ഷൻസ് ഒന്നും ഇവിടെ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പിന്നെ ഡ്രസ്സൊന്നും വാങ്ങിയില്ല. ഈ കാണുന്ന 2 കൊളാജൻ ഫേസ് മാസ്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ ബാഗ്സിൻ്റെ കുറച്ച് കളക്ഷൻസും ഞാൻ കണ്ടായിരുന്നു. 1-2 നല്ല ബാഗ്സൊക്കെ കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേടിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്ര ഭംഗിയുള്ളതൊന്നും ഞാൻ കണ്ടില്ല. ഇടയ്ക്ക് വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തായിരുന്നു. ഞാൻ അവളെ വഴിയെ കാണിക്കാം. It's beautiful now. Yeah. Like with all the lights and all. ഭയങ്കര ക്ലാരിറ്റി അല്ലേ? ഇതിപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തത്, പക്ഷേ ഞാൻ തന്നെ വീഡിയോ ആയിരുന്നു എടുത്തത്. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. അത്യാവശ്യം നല്ലൊരു ഫോട്ടോ തന്നെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഫെയർവീസിൽ പോയിരുന്നു. അവിടെ പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അല്ലാതെ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുള്ളൂ. അത് നിങ്ങളെ കാണിച്ചു തരാമേ.
ഞാൻ അധികം പുറത്തുള്ള വീഡിയോസ്, അതായത് ഷോപ്പിംഗ് മാളിനകത്തുള്ള വീഡിയോസ് ഒന്നും നിങ്ങളെ കാണിക്കാത്തെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു, പുറത്ത് മഴയായിരുന്നു. യുനോ ഞാനിങ്ങനെ ഫോൺ പിടിച്ചോണ്ട് പോകാൻ നേരം ഇടയ്ക്കൊക്കെ ആൾക്കാർ വന്ന് ആരുടെയെങ്കിലും ഇടയ്ക്കൊക്കെ കയറി നിന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ആവുമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. മെയിൻലി ലൈക്ക് എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഓർത്തിട്ട്. സോ എന്തൊക്കെയായാലും ഞാൻ മേടിച്ച സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടൊരു ട്രെൻഡിങ് മാസ്ക് ആണ്. നമ്മളിത് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുഖത്തിൻ്റെ പോർസിലോട്ട് അങ്ങ് അബ്സോർബ് ആവും. സോ നമ്മൾ എടുത്ത് കളയൊന്നും വേണ്ട, അങ്ങനെ ഒരു മാസ്ക് ആണിത്. കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നി. കൊറിയൻ സ്കിൻ കെയർ ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇത് എന്തിനാണോ മേടിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇത് മേടിച്ചു. ഓഫീസിലൊക്കെ പോകാൻ നേരം മുടി ചുമ്മാ കലയിപ്പോണ്ട്, അതുകൊണ്ട് ഞാൻ അത് മേടിച്ചു. പ്രായമൊക്കെ ആവുമല്ലേ, കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് വന്നു തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഒരു കൊളാജൻ ഐ മാസ്ക് മേടിച്ചു, കണ്ണിൻ്റെ അടിയിൽ വെക്കുന്ന. പെർഫ്യൂം മേടിച്ചു. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് പെർഫ്യൂം. എക്സ്പെൻസീവ് ഒന്നുമല്ല, ഓൾമോസ്റ്റ് $25-30 എങ്ങാണ്ട് ഇതിന് വരുന്നുള്ളൂ. ബട്ട് റിയലി നൈസ് ഫ്ലോറൽ സ്മെൽ. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നെനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ എന്താ, നിങ്ങൾ ഫ്ലോറൽ സ്മെൽസ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ you should definitely try this. It's just like $25-30 or something like that. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഇങ്ങനത്തുള്ള വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്താം. എപ്പോഴും എഡ്യൂക്കേഷണൽ കോണ്ടന്റ് മാത്രമായാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. സോ ഐ എം ട്രൈങ് ടു ഇൻക്ലൂഡ് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ് വൺസ് ഇൻ എ വൈൽ. സോ അപ്പം നമുക്ക് രണ്ടുപേർക്കും എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെയാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.